വീട്ടുമുറ്റത്തും ഈന്തപ്പനത്തോട്ടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് തളിപ്പറമ്പിലെ മുഹമ്മദ് അലി. രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന തൈകൾ 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത്. നിറയെ തുടുത്തുപഴുത്ത ഈന്തപ്പഴക്കുലകൾ തൂങ്ങിക്കിടക്കുന്നത് മണലാരണ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയാവുകയാണ്. ഗൾഫ് നാടുകളിലെ മണലാരണ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈന്തപ്പനകൾ ഇനി മലയാളിക്ക് അന്യമല്ല. മണലാരണ്യത്തിലെ കത്തുന്ന ചൂടിൽ വളരുന്ന ഈന്തപ്പനകൾ മുഹമ്മദ് അലിയുടെ മുറ്റത്ത് സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കഠിനമായ ചൂട് ഈന്തപ്പന കൃഷിക്ക് അനുകൂലമായതാണ് ഈ വിജയത്തിന് പിന്നിൽ. 3 വർഷം മുമ്പ് രാജസ്ഥാനിൽ നിന്നാണ് മുഹമ്മദ് അലി ഈന്തപ്പന തൈകൾ എത്തിച്ചത്. കൃത്യമായ പരാഗണം ഉറപ്പാക്കാൻ 2 ചെടികളാണ് നട്ടത്. ഇതിനാവശ്യമായ പ്രത്യേക വളം ഖത്തറിൽ നിന്നുമാണ് മുഹമ്മദ് അലി എത്തിക്കുന്നത്. 3 കൊല്ലം മുമ്പാണ് ഉപ്പ രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നത്. ഖത്തറിൽ നിന്നാണ് വളമൊക്കെ ഇടാറുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് വീട്ടുമുറ്റത്ത് ഇതുപോലെയുള്ളൊരു സാധനം വന്നത്. ഇല്ലില്ല, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. രാവിലെയാണ് വെള്ളം ഒഴിക്കാറുള്ളത്. പിന്നെ 6 മാസം കൂടുമ്പോൾ വെള്ളം ഇട്ട് കൊടുക്കും. അതെ, ഇതിൽ 2 പ്രാവശ്യം പൂവിട്ടിട്ടുണ്ട്. പക്ഷേ വേനൽ മഴ വന്നേരം കൊഴിഞ്ഞുപോയി. വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഈന്തപ്പനകൾ കായ്ച്ചു നിൽക്കുന്നത് കാണാനായി കൂട്ടുകാരെല്ലാം തന്റെ വീട്ടിലെത്തുന്നു എന്നതാണ് മുഹമ്മദ് അലിയുടെ മകനായ 7ാം ക്ലാസ്സുകാരൻ സിദാനെ സംബന്ധിച്ച് സന്തോഷമുളവാക്കുന്ന കാര്യം. 6 മാസത്തെ കൃത്യമായ ഇടവേളകളിൽ വളം നൽകിയും ആവശ്യമായ പരിചരണം ഉറപ്പാക്കിയും മുഹമ്മദ് അലിയുടെ ഭാര്യയും മക്കളും ഈ കൃഷിയിൽ പങ്കാളികളാണ്. വേനൽ മഴ പെയ്താൽ വിരിഞ്ഞു നിൽക്കുന്ന കായ്കൾ നശിച്ചു പോകുമോ എന്ന ആശങ്ക മുഹമ്മദ് അലിക്കും കുടുംബത്തിനുമുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈന്തപ്പഴം കായ്ച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. നിരവധി പേരാണ് ഈന്തപ്പന കായ്ച്ചത് കാണാനായി ആസാദ് നഗറിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്.